ലാലി വിൻസെന്റ് പറയുന്നത് താഴേക്കിടയിലുള്ള സ്ത്രീകളെ സഹായിക്കാനുള്ള വലിയ പദ്ധതി എന്ന നിലയ്ക്ക് സഹകരിച്ചു. ഞാൻ അതിൻ്റെ കേസിൽ മാത്രം സഹായിച്ചു എന്നാണ് അവർ പറഞ്ഞത്. നമുക്ക് ഇന്നലെ തന്നെ വാർത്തയുണ്ട്, ഇയാൾ എറണാകുളത്ത് എടുത്തിരിക്കുന്ന ഫ്ലാറ്റ് സമുച്ചയം 3 ഫ്ലാറ്റുകളാണ് എടുത്തത്. അത് ഓഫീസായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത്. ഒരു നിയമസഹായം നൽകുന്ന ഒരാളാണെങ്കിൽ അവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ക്യാമ്പയിന് പോകേണ്ട ആവശ്യമുണ്ട്. അതെ, ക്യാമ്പയിന് പോകുന്നു. അവിടെ ലാലി വിൻസെന്റ് മാത്രമല്ല എൻ രാധാകൃഷ്ണൻ പോകുന്നു. ഇപ്പോൾ എൻ രാധാകൃഷ്ണന്റെ സാമൂഹ്യ സംഘടന ഇതുമായി ചേർന്ന് പ്രവർത്തിക്കാൻ സൈൻ എന്ന സംഘടന, അപ്പോൾ അവർ കൊടുത്ത പണം തിരിച്ചു കൊടുക്കുന്നു എന്നുള്ള വാർത്ത ഇപ്പോൾ വരികയാണ്. മാത്രമല്ല ലാലി വിൻസെന്റ് ഇപ്പോൾ നേരത്തെ നമുക്ക് പ്രതികരണം കൊടുത്ത അനന്തകുമാർ, അദ്ദേഹം വളരെ വിശ്വസ്തരായ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൽ അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ അനന്തുവിനെ അറിയുന്നതെന്നാണ് ലാലി വിൻസെന്റ് പറഞ്ഞത്. അദ്ദേഹം നേരെ തിരിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് ലാലി വിൻസെന്റിനെതിരെ ഇപ്പോൾ കണ്ണൂരിലുള്ള പരാതിയിലാണ് ഇപ്പോൾ 7ാം പ്രതിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലവർ പറയുന്നത് അതിൽ അവർക്ക് യാതൊരു പങ്കുമില്ല, നിയമസഹായം മാത്രമാണ് നൽകുകയും ചെയ്തത്. ഇതൊക്കെ തന്നെ ഇങ്ങനെ പറയുകയാണ്. ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് ഇതിലുള്ള പങ്ക് ഇതിപ്പോൾ പല പ്രധാനപ്പെട്ട നേതാക്കൾ, ഇപ്പോൾ പിണറായി വിജയൻ്റെ പടമുണ്ട്, മോദിയുടെ പടമുണ്ട്, ഇവരുടെയൊക്കെ ഒപ്പം നിന്നുള്ള പടങ്ങൾ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസ്യത നേടിയെടുക്കുന്നു. ചില രാഷ്ട്രീയ നേതാക്കൾക്കെങ്കിലും സാമ്പത്തികമായ നേട്ടമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വേർതിരിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലെ വലിയ വെല്ലുവിളി എന്നുള്ളത്. ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു കേസ് എന്ന് പറഞ്ഞു. എവിടെ നിന്ന് തുടങ്ങും എവിടെ അവസാനിപ്പിക്കുമെന്നുള്ള അറിയില്ല.